കോഴിക്കോട് ചേളന്നൂർ പോഴിക്കാവ് കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണെടുക്കുന്നത് നാട്ടുകാർ തടഞ്ഞു. സ്ത്രീകളടക്കമാണ് രാത്രിയിൽ പ്രതിഷേധവുമായി റോഡിലിറങ്ങിയത്. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. വലിയ അളവിൽ മണ്ണെടുക്കുന്നത് ദോഷമായി ബാധിക്കുമെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. അധികൃതരുടെ ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ലെന്ന് കുറ്റപ്പെടുത്തുന്നു നാട്ടുകാർ. മണ്ണെടുക്കുന്നത് ജനകീയ പ്രതിഷേധത്തിലൂടെ തടയുമെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ചെറുപ്പക്കാർ മണ്ണെടുക്കുന്നതിന് തടഞ്ഞു. ആധാടിൻ്റെ ലോറിയാണ് തടഞ്ഞത്. മറ്റേ സ്ഥല ഉടമകൾ വന്ന് ഈ കുട്ടികളെ വല്ലാണ്ട് മർദ്ദിച്ച് ഹോസ്പിറ്റലാക്കണ്ടേ, കുട്ടികൾ ഒളിവ് പോകേണ്ട സ്ഥിതിയുണ്ട്. അതും ഒരു വികാരമായിട്ട് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ അതുകൊണ്ട് ഒന്നിച്ച് ഇനി ഒരു തരി മണ്ണ് പോലും ഇവിടെ എടുക്കാൻ സമ്മതിക്കാനുള്ള രീതിയിൽ ഇറങ്ങിയത്. കാരണം കുട്ടികളൊന്നും ചെയ്തിട്ടില്ല. കുട്ടികൾ തടഞ്ഞ് വണ്ടി തിരിച്ചുപോയി. പോലീസൊക്കെ ബോധ്യപ്പെട്ടു ഇവർക്ക് പെർമിഷനില്ല, ഇതിൽ പോകാനുള്ള പെർമിഷനില്ല. ഇപ്പം മണ്ണെടുക്കാനുള്ളതാണെങ്കിൽ തന്നെ എത്ര ടൺ എടുക്കാനുള്ള കണക്ക് ഒരിടത്തില്ല. അതൊക്കെ എത്രയോ മാക്സിമം എടുത്ത്. അപ്പം അത് തടഞ്ഞ കുട്ടികളെ ഒരു ക്രൂരമായിട്ട് മർദ്ദിക്കുക ചെയ്തു. അപ്പം 3 കുട്ടികൾ ആശുപത്രിയിലായിരുന്നു ചെറിയ. അപ്പം ആ ഒരു സ്ഥിതി വന്നപ്പോൾ നാട്ടുകാരിത് എന്തായാലും ഇനി സമ്മതിക്കില്ല. കാരണം ഞങ്ങൾക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട ഭൂമിയാണിത്. ഇവിടെ മണ്ണെടുപ്പ് കുറേ കാലമായി തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നൊന്നും ഇതിപ്പോൾ ഹൈവേൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അല്ല എന്ന് വിചാരിച്ചിട്ട് ആളുകളൊന്നും തടഞ്ഞിട്ടില്ലായിരുന്നു, മനോനുവാദം നൽകിയതാണ്. പക്ഷേ എന്നിരുന്നാലും ഇതിപ്പോൾ ഈ അടുത്തായിട്ട് വളരെ ജനങ്ങളെ ദുരിതത്തിലാക്കിക്കൊണ്ട് ഈ മണ്ണെടുപ്പ് തുടർന്ന് രാത്രിയും പകലും. ഇവിടെ ഒരു UP സ്കൂളുണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ പോലും സ്കൂളിൽ പോകാൻ പോലും വലിയ ബുദ്ധിമുട്ടുകൾ. പിന്നെ ഈ വലിയ വണ്ടി പോകുന്ന സമയത്ത് സൈഡിൽ കൂടെ മറ്റു വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ. മറ്റു വാഹനങ്ങൾ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്ക് സൈക്കിളിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവരൊക്കെ അവസ്ഥ സംജാതമായപ്പോൾ പിന്നെ മഴയത്ത് ഇവിടുന്ന് ഈ മണ്ണെടുത്ത സ്ഥലത്തുനിന്ന് ഒന്നായിട്ട് മണ്ണ്, ഈ ചെളിയും മണ്ണ് റോഡിലേക്ക് ഇറങ്ങി ഈ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്ന സമയത്താണ് ഈ കുറച്ച് യുവാക്കൾ മുന്നോട്ട് വന്നത്.